അതെ, ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതൊരു ഇൻകംപ്ലീറ്റ് വർക്കാണ്. അതെന്താ പോലെ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത്? അങ്ങനെ പറഞ്ഞാലേ നമ്മളെ കുറച്ച് ഐറ്റംസ് നമ്മളെ കയ്യിലും കുറച്ച് ഐറ്റംസ് നമ്മളെ കസ്റ്റമറുടെ കയ്യിലാവുമ്പോൾ എന്താ സംഭവം ഉണ്ടാവല്? അതന്നെ ഇൻകംപ്ലീറ്റ് അല്ലാവുക. അതാണ് ഈ സാധനം. ഇതിപ്പോൾ എന്താണല്ലേ ഈ രണ്ടും ഞാൻ ചെയ്തത്. ഞാൻ കെട്ടിപ്പൊഞ്ഞി ഉണ്ടാക്കിയത്. ബാക്കിയുള്ള രണ്ട് റോളും അവിടെ ബാക്കി കണ്ടോ? അത് രണ്ടും കസ്റ്റമർക്ക് കെട്ടിപ്പോയാലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ആ ബാക്കിലുള്ള രണ്ട് റൂള് എന്ത് കെട്ടിപ്പോയാനാന്നല്ലേ നോക്കളെ. അതും ഞാൻ തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് വന്നിട്ട് ഒരു ബോക്സ്. എന്ത് ബോക്സ് വെച്ചാലേ മറ്റേ മാച്ച് ബോക്സ് ഉണ്ടല്ലോ അത്. മാച്ച് ഫസ്റ്റ് വാങ്ങിയിട്ട് ബോക്സ് ഓർഡർ ചെയ്യാൻ പറഞ്ഞ്. അപ്പം എന്താ ചെയ്യുക? ഇങ്ങനെ ഉണ്ടാക്കി നമ്മളത്തെ എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്ത് പരിഹാരമില്ലത്തെ നിങ്ങൾ തോന്നോളി നമുക്ക് റെഡിയാക്കാനേ. പിന്നെ അടുത്തത് സെക്കൻഡ് വന്നിട്ട് കസ്റ്റമർ ഒരു പെർഫ്യൂം വാങ്ങി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഈ ടീമൊക്കെ കെട്ടിപ്പൊഞ്ഞി ഉണ്ടാക്കാനാണ് അതും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരുക്കി മറ്റേ ബൗ ഉണ്ടല്ലോ ഇതിൻ്റെ പുറത്തിരിക്കണേ ആ സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വാച്ച് ബോക്സ്. അതവിടെ സെറ്റാണ്. ഞാൻ മാറ്റി വെച്ച് അടുത്ത് വന്നിട്ട് ഇത് പെർഫ്യൂം പൊതിയാണ്. പിന്നെ വരുന്നത് ഒരു ഫ്രെയിമാണ്. ഈ കാണുന്ന ഫ്രെയിം ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാലറ്റും. അതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്ട് ഞാൻ തന്നെ പുതിഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെ കൂടെ തന്നെ അതാ ഒരു സിൽക്കും ഉണ്ട്. പിന്നെ കസ്റ്റമൈസ്ഡായിട്ട് ഒരു വിഷ് കാർഡും ചെയ്യാൻ പറഞ്ഞു. അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ക റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടോപ്പറും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ടീഷർട്ടാണ്. ആ ടീഷർട്ട് പുതിയ ഞാൻ കുറച്ച് റിബണും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്.